ഫേസ്ബുക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവന്റെ തറവാട് മയിരയിക്കണ്. വേറെ ഞാൻ എന്ത് കാട്ടാനാണ്? ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് വരാൻ പറ്റൂല, അത് വേറെ ആളതാണല്ലോ. മച്ചാമാരെ എന്ന് പറഞ്ഞ് വരാൻ പറ്റൂല, അതും വേറെ ആളതാണല്ലോ. എന്നാ വെൽക്കം ടു എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരർഫ് തെറ്റാതിരിക്കൂല. ഇത് എനിക്ക് മാത്രമുള്ളതാ. ഒരു മനുഷ്യൻ തൊടാനും ഞാൻ സമ്മതിക്കൂല. അങ്ങനെയുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ കുറെ കാലമായിട്ട് ഈ ചിരിയും കളിയും കോമഡിയും ഒക്കെ ആയിട്ടുള്ള വീഡിയോസുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണല്ലേ. പലവർക്കും ബോറടിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. ആ ഒരു അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും നിങ്ങളിൽ പല ആളുകളും. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അന്ന് വന്നിക്കണത്. ഇത് പോണതിന് മുന്നേ ചെറിയൊരു നിബന്ധന ഉണ്ട്. ഊക്കും കേക്കും തിരിച്ചറിയാത്തവര് അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? വരും പോയോക്കാം. ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യാൻ പോണ്ട ഒരു നല്ല കാര്യമാണ്. ആ വൃത്തിയും പെടുപ്പതിന് ഉണ്ടായിരിക്കണം. എന്റെ നാവിനെ ഇജ് സംരക്ഷിക്കണം. പക്ഷെ ഇതില് വേറൊരു സംഭവം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്ന്, വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം അഭിപ്രായം പറയാൻ നിൽക്കണ്ട. അപ്പപ്പ കാണുന്ന കാര്യങ്ങൾക്ക് പറയാനുള്ള തെറികളുണ്ടല്ലോ, അപ്പപ്പ തന്നെ വിട്ടോളി, മനസ്സിലായ? ഇതൊന്നായിട്ട് അവസാനം പറയാന്ന് വെക്കുമ്പോ അത് മറന്നു പോകും, പിന്നെ വീഡിയോ ഒരു ബഹസില്ലാതാവും. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരുപാട് പെൺപിള്ളേര് എനിക്ക് മെസ്സേജ് അടക്കുന്നുണ്ട്. ആരും തിരക്കൂട്ടണ്ട, എല്ലാവർക്കും മാറി മാറി തെറി വിളിക്കാനുള്ള സൗകര്യം ഞാൻ കമന്റ് ബോക്സിൽ ഒരുക്കിയിരിക്കുന്നു. ഒന്ന് സബൂറാക്കി. ഈ രേണുസുദീനെ പൊക്കി കറക്കിയായിരുന്നല്ല, എടുത്ത് പൊക്കി. അപ്പൊ രേണുസുദീന അലൻ ജോസ് പെരേര എടുത്ത് പൊക്കി കറക്കിയായിരുന്നു. അപ്പൊ എന്റെ ഈ ടാബിലേക്ക് ഒരുപാട് പെൺപിള്ളേര് മെസ്സേജ് അടക്കുന്നുണ്ട്. അതായത് രേണുസുദീന ആറാട്ടണ്ണനോടാണ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. മൂപ്പര് ഇതിനും വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ഓഫീസും ഒരു അക്കൗണ്ടും വേറെ തുറക്കും. ഇവനിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഇവനിക്ക് ആ മറ്റേ 1.5 വെച്ചിട്ടുള്ള ആ ഡാൻസ് ഉണ്ടല്ലോ, അതേ നടക്കുള്ളൂ. പിന്നെ ആരെങ്ങനെ കൗത്തൊപ്പ് നോക്കിയാലും ഇതങ്ങനെ ഒരു പൊളിഞ്ഞ ചിറും ചിരിച്ചിരിക്കുക ഇരിക്കും. നോക്കിപ്പോ അവരിരുന്ന് കളിയാക്കാന്നുള്ളതും കൂടി മനസ്സിലാവണില്ല. ആ ഇരുത്തെങ്ങനെ ആസ്വദിച്ചിരിക്കുക മൂപ്പര്. അതായത് രേണുസുദീനെ പൊക്കിയ പോലെ ഞങ്ങളെയും കൂടി അലിയേട്ടൻ പൊക്കോ, അതായത് ഞങ്ങളെ അതേപോലെ അല്ല. അല്ലെങ്കിൽ തന്നെ കേരളത്തിന്റെ ഏത് ഭാഗത്താണ് ഇത്ര ദാരിദ്ര്യം പിടിച്ച പെണ്ണുങ്ങളുള്ളത് പൊക്കി കറക്കാൻ വേണ്ടിയിട്ട്? ഇങ്ങനെ ഒരുപാട് പെൺപിള്ളേര് എനിക്ക് മെസ്സേജ് അടക്കുന്നുണ്ട്. ഈ രേണുസുദീനെ പൊക്കി കറക്കണ പോലെ അലിയേട്ടൻ ഞങ്ങളെയും കൂടി കറക്കുമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് എന്താണ് അലിയേട്ടന് അത് പറയാനുള്ളത്? പെൺപിള്ളേർ ഇങ്ങനെ മെസ്സേജ് അടക്കുന്നുണ്ട്, നമുക്ക് അവരുടെ ആഗ്രഹം സാധിച്ചു. ഈ തമ്പുരാൻ ഇങ്ങോട്ട് ഉരിയാടിയാലേ അറിയുള്ളൂ ഇപ്പൊ എന്തെങ്കിലും നടക്കൂല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ കേരളം ആകെ ഇപ്പൊ കരഞ്ഞ് കുസാവും. അതൊക്കെന്ന് വെച്ചാൽ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാം നല്ല രീതിയിലാണെങ്കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനിക്കനൊരു പേടിയുണ്ട്, ഇന്നെ പിടിച്ച് പീഡിപ്പിക്കുമോ എന്നുള്ളൊരു പേടിയുള്ള പോലെ. ഈ മേത്തൊക്കെ തൊടാത്ത ലെവലില് കെട്ടിപ്പിടുത്തോ അല്ലെങ്കിൽ ഈ പൊന്തിക്കലാണ് ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 90% അവസരം ഉണ്ട്. ഐഡിയിലേക്ക് വിഷ്ണു കൊച്ചിക്കാരനിലേക്ക് ഈ മെസ്സേജ് വരുന്നുണ്ട്. നീ വരട്ടെ. അപ്പൊ വേറെ കളിക്ക് ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു. ബുള്ളറ്റ് ഗിഫ്റ്റ് കൊടുത്തു. എന്താ ഇവനുണ്ടല്ലോ ഈ ഇത്തിൾക്കണ്ണി മാതിരി ഈ മൂച്ചിമലൊക്കെ പിടിച്ചു കയറുന്ന ഇത്തിൾക്കണ്ണില്ലേ എന്ന മാതിരി ഈ പെരേരന്റെ കൂട്ടത്തിൽ എന്നതാ ഇവൻ കേറിയോ, ഈ മുടിയൻ കേറിയോ തീർന്ന്. ഒരു പകുതി നല്ലൊരു കണ്ട ഇറച്ചി എന്നും ഇവനിക്ക് തന്നെ വേണം പെരേരന്റെ തടിമന്ന്. അല്ലെങ്കിൽ കുട്ടികളെ മരുങ്ങ തിരുത്തിങ്ങാണ്ട് വെട്ടണമാതിരി വെട്ടിയിട്ടും ആ പൊണ്ണനെ മനസ്സിലാവണില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. അത് മറ്റേ ഉണ്ണിമൂന്തൻ മാനേജറിന് മേടിച്ചു കൊടുത്ത പോലെ അലിൻ ജോസ് പെരേരയുടെ മാനേജറാണല്ലോ ഞാൻ. അപ്പോൾ എനിക്കൊരു ബുള്ളറ്റ് പുള്ളി ഫ്രീ ആയിട്ട് മേടിച്ച് തന്നായിരുന്നു. പുള്ളിയുടെ വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണോണ്ടിട്ട് വളരെ സത്യസന്ധനായിട്ട് നിൽക്കണോണ്ട്. സത്യസന്ധർക്ക് എന്നും നല്ലൊരു ഗുണമുണ്ട്. അതെ, സത്യസന്ധർക്ക് എന്നെപ്പോലത്തെ മൊയന്തകളെ കൊടുത്ത് തന്നെ പിടിച്ച് നിൽക്കാനും പറ്റുള്ളൂ. വേറൊരു സത്യം. ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റർമാർ, ഞാനിപ്പോൾ അലൻ ജോസ് പെരേരയുടെ മാനേജറാണല്ലോ, അപ്പൊ എന്റെ അടുത്ത് കഥ പറയാന്നും പറഞ്ഞ് വരുന്നുണ്ട്. സമയമില്ല, ഭയങ്കര തിരക്കുള്ള ആളാണേ. KGF സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ കേൾക്കാനുള്ള 4ാം ഭാഗത്തിന്റെ എന്റെ അടുത്ത് കഥ പറയാന്നും പറഞ്ഞ് ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റർമാർ വരുന്നുണ്ട്. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഞാൻ അലൻ ജോസ് പെരേരയുടെ മാനേജറാണെന്നും പറയും എന്റെ അടുത്ത് നിങ്ങൾ കഥ പറയണ്ട. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ആരെ വെച്ചാ. പൊന്നു മോനെ എന്നെ ഞാൻ സമ്മതിച്ചു. എടാ കൂടെ ഇരിക്കണ മോന്റെ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണ ഇന്റർവ്യൂ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണ്. ഒരു വട്ടല്ല, എനിക്കൊരു 3-4 വട്ടെങ്കിലും കാണേണ്ടി വരും. എന്നാലും ഒന്ന് കാണിച്ച്. കല്യാണ പരിപാടികളുടെ വീഡിയോസ് വൈറലായിട്ട് അലിൻ ജോസ് പെരേരയുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അത് പലർക്കും കൊണ്ട് തീർച്ചയായിട്ടും. അത് മെയിനായിട്ട് ബാധിച്ചിരിക്കണത് ഇപ്പൊ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിനാ. മോഹൻലാലിന്റെ മാർക്കറ്റ് പറ്റ ഇടിഞ്ഞാഞ്ഞി.
ട്രെൻഡിങ് ആയിരുന്നു, വേറൊരു വീഡിയോ കാണാനുണ്ടായില്ല. അപ്പൊ ആ ഒരു ഇതിനെ പറ്റി ഒന്ന് പറയാമോ? കല്യാണ പരിപാടികൾ മെയ് മാസം 23 ഞങ്ങള് 23 പ്രോഗ്രാമാണ്, കല്യാണ പ്രോഗ്രാമുകളിലാണ് പങ്കെടുത്തത്. 23 പരിപാടി. പേയ്മെന്റ് 15,000 മുതൽ 30,000 വരെയാണ് ഒരു പ്രോഗ്രാമിന് നമ്മൾ മിനിമം മേടിക്കുന്നത്. മിനിമം ഏറ്റവും കുറഞ്ഞത് 15,000 മുതലാണ് തുടങ്ങുന്നത്. വേണ്ടി വരും 15,000 വാങ്ങിയിട്ടില്ല ഒപ്പുള്ളതിനും കൂടി പോറ്റണ്ടേ? പോണോടത്തേക്ക് ഇത് രണ്ടും കൂടിയാണല്ലോ പോണത്. നമുക്കൊരു തുടക്കക്കാരൻ നിലയിൽ പണ്ട് പല പല സൂപ്പർ സ്റ്റാറുകൾക്ക് 500 രൂപ. എന്ത് കാര്യം കമ്പാരിസൺ നടത്തുമ്പോൾ സൂപ്പർ സ്റ്റാർ അങ്ങനത്തെ വലിയ വലിയ ആക്ടേഴ്സിനായിട്ട് കമ്പാരിസൺ നടത്തുള്ളൂ മൂപ്പര്. അല്ല അവരങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വാങ്ങാല. അല്ല അവരങ്ങനത്തെ കാറിലാ പോണുണ്ടെങ്കിൽ എനിക്കെന്താ അങ്ങനത്തെ കാർ പോയിക്കൂടെ? അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. ചെറിയ കളികളൊന്നല്ല. നമുക്കൊരു തുടക്കക്കാരൻ നിലയിൽ പണ്ട് പല പല സൂപ്പർ സ്റ്റാറുകൾക്ക് 500 രൂപ കിട്ടിക്കൊണ്ടിരുന്നു. പണ്ട് പല സൂപ്പർ സ്റ്റാറുകൾക്കും 500 റുപ്യാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ തുടങ്ങണ തന്നെ 15,000 30,000 ആണ്. അതായത് എന്താ വെച്ച് കഴിഞ്ഞാല് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന്. ശരിയാണ്. മമ്മൂട്ടി മോഹൻലാലൊക്കെ പണ്ട് മുടിയാഴ്ചലിന് അതേമാതിരി പേറ്റിനൂട്ടിക്കൊണ്ട് അല്ല ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞപ്പോ അവരൊക്കെ തന്നെ അല്ലേ, അവരൊക്കെ പണ്ട് ഇങ്ങനെയാണ് 500 റുപ്യ അതിനൊക്കെ പോയിട്ട് കിട്ടിയിരുന്നതെന്ന്. എല്ലാത്തൊരു പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ പേരിഞ്ഞ് പറയണ്ട, തുപ്പി കാണിച്ച മാതിരി ആയല്ലോ. ഇന്നവര് മേടിക്കുന്ന കോടികളാണ്, പക്ഷെ നമുക്കും കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ കിട്ടും. കല്യാണ പരിപാടിക്ക് പോയി കണ്ട് സ്റ്റേജിൽ ഒക്കെ എടുത്ത് ഇങ്ങനെ ആടുന്നതിന് എനിക്ക് കോടികൾ കിട്ടും. പക്ഷെ എന്തെങ്കിലും ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വിളിക്കണമെങ്കിൽ വിഷ്ണു കൊച്ചിക്കാരനെ കോണ്ടാക്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമില്. കാരണം എന്നൊക്കെ ഒരുപാട് PR വർക്ക് ഒരുപാട് നടക്കുന്നുണ്ട്. ശരിയാണ്. അങ്ങനെ ഉണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ, ബിഗ് ബോസ് പോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഈ ചങ്ങായിനെ വിളിച്ചാൽ മതിയെന്ന്. ഓൻ PR വർക്കായിട്ട് തിരക്കിലാണ്. അത് നേരം വെളുത്ത് എണീച്ച് കഴിഞ്ഞാൽ തന്നെ കൊണ്ടുപോവാണ്. ഓരോരുത്തർ 2,000 3,000 കൊടുത്തുങ്ങാണ്ട് എവിടെയെങ്കിലൊക്കെ ഇട്ട് കളിയാക്കാനേ. ചിലപ്പോൾ എന്തെങ്കിലും പരിപാടി ആയിരിക്കും, ചിലപ്പോൾ കല്യാണ പരിപാടി ആയിരിക്കും. ഇങ്ങനെ പലതിനും കൊണ്ടുപോവാണ് പാവത്തിന്. അപ്പൊ ഞങ്ങള് 3 പേരും കലാകാരന്മാരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. പാട്ട്, മിമിക്രി കാര്യങ്ങളൊക്കെ അത് ഞാൻ പോകും. ഞാൻ പോയിട്ട് വെച്ചതാണ് 10-30 പടങ്ങളിൽ നാടകത്തിലൊക്കെ. ഈ ഒരൊറ്റ കാര്യം ഉണ്ടല്ലോ, ഇതൊരു 150 വട്ടത്തെ എടുത്ത് പറഞ്ഞൊരു സംഭവമാണ്. ഏത് നാടകമാണത്, ഏത് പടാന്നുള്ളത് ഒന്ന് അറിയാന്നുണ്ടെങ്കിൽ ഇപ്പൊ കേറിങ്ങാണ്ട് ഇന്നത്തെ കാലത്തും ഉണ്ടാവില്ല ഇപ്പൊ യൂട്യൂബില് ആയി കേറിങ്ങാണ്ട് ഒരു 3-4 തെറി വിളിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അലജോസ് പെരേര ഇപ്പൊ ഗാനമേളക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് ഈ 2K പിള്ളേർക്ക് ഒരു ഹരം തന്നെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവന് എടുത്തിരുന്നുങ്ങാണ്ട് എനിക്കതിങ്ങോട്ട് കാണുമ്പോഴുണ്ടല്ലോ, അതായത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്തോ ഒരു വലിയ എന്തോ ഒരു, അതായത് അവന് ഇരുത്തൊക്കെ നോക്കുകള് അതിലിങ്ങനെ അലിഞ്ഞു പോവാണ് അവന്. ഇങ്ങനെ ഒരു പൊണ്ണനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് ചേട്ടാ. വേടന്റെ അത്രയും ചാർജ് ഉണ്ടാവൂല. ആ പറഞ്ഞതിന്റെ പൊരുളെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ഇപ്പൊ വേടനെ പോലത്തെ ഒരു വ്യക്തിനൊക്കെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 1-2 ലക്ഷം റുപ്യൊക്കെ ചെലവാകും. വേടന് മാത്രം കൊടുക്കേണ്ടി വരും. അപ്പം വേടം വരും വേണം, എന്നാലും അത്രയും ഫണ്ട് കൊടുക്കാനില്ല എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ വല്ല പരിപാടിയും വെക്കുന്നുണ്ടെങ്കിൽ 15,000 റുപ്യക്കും 10,000 റുപ്യക്കും കിട്ടാൻ വേടനുണ്ട് എന്ന്. ആളാരെ മനസ്സിലായ? അതിരിക്കുന്നു അപ്പൊ ചാരി വെച്ചിക്കണ പരിപാടി നന്നാവോ, അതേമാതിരി പാട്ടുകളൊക്കെ 4 ആക്കി ഇരുന്ന് കേൾക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണയില്ല. പക്ഷെ പൈസ കുറവിൽ ആള് വരും, അതാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ വേടന്റെ ഒരു എതിരാളിയല്ല പുള്ളി. ഇജി നല്ലോണം ഉണ്ടാക്കടാ. ഇജ അവനെ മരങ്ങ തിരുത്തിട്ട് തിന്നിട്ടടാ അവനെ പോലത്തെ ഒരു മൊയന്തായിട്ടല്ലേ. ഇവന്റെ ഒരു പെർഫോമൻസ് നോക്കില്ലേ, എന്താ അവന്റെ ഒരു ഉസാറിപ്പ് നോക്ക്. പുള്ളി വേടന്റെ കൂടെ പാടാൻ തയ്യാറാണ്. പുള്ളി പാടാൻ തയ്യാറാണ്. അങ്ങനത്തെ ജാട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ നില മറന്നിട്ടാണെന്നുണ്ടെങ്കിലും ശരി, ഏത് താഴ്ന്ന നിലയിലേക്കും വരാൻ മൂപ്പര് തയ്യാറാണ് എന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ. ഈ ഒരു ന്യൂസ് ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു ചാനലിൽ കൂട്ടാണ് ഇപ്പൊ ഇത് പുറത്ത് വിട്ടിക്കണത്. ഈ ഒരു ന്യൂസ് പുറത്തു പോയി ഇതെങ്ങാനും ബേഡന്റെ ചെവിയിൽ എത്തിക്കണമെങ്കിൽ ബേഡൻ മിസ്സാക്കും തോന്നുന്നുണ്ടാ? ആരാണ് ഈ ഇരിക്കുന്നത്? ജന്മനാ കലാവാസനുള്ള ഇതുപോലത്തെ ഒരു പ്രതിഭന്റെ കൂടെ ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു അവസരം ബേഡ് ഒഴിവാക്കും തോന്നുന്നുണ്ടാ? അതും ബേഡനെ പോലത്തെ ഒരു വ്യക്തി. ഇതൊക്കെയാണ് മനസ്സിന്റെ നന്മ എന്ന് പറഞ്ഞത്. അത് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചല്ലോ. ബേഡന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന്. നിങ്ങൾക്കത് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കത് മനസ്സിലായിക്കണേ. അങ്ങനെ പുള്ളിക്ക് ആരായിട്ടും ശത്രുതയൊന്നുമില്ല. അല്ല, ശത്രുത എങ്ങനെ ഉണ്ടാവുക? ശത്രുത വെക്കണം എന്നുണ്ടെങ്കിലും കുറച്ചൊരു ബുദ്ധി വേണ്ടേ? പാരഡി കേൾക്കുന്ന ആൾക്കാർക്ക് കൊതി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒരുപാട് പുതിയ ട്രെൻഡിങ് സോങ് അറിയാം. അപ്പൊ അത് നമുക്ക് സ്റ്റേജുകളിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ വിളിച്ചാൽ മതി. എല്ലാ സാധനവും കയ്യിലുണ്ട്. കല്യാണപ്പേരി പോയിട്ട് ഡാൻസ് കളിക്കാൻ തയ്യാറാണ്.
അതേമാതിരി ഇനിയിപ്പോ ഇനാഗുറേഷന് പോയിട്ട് അവിടെ പൊട്ടന്മാരമാതിരി നോക്കിക്കാൻ തയ്യാറാണ്, എന്തിനും തയ്യാറാണ്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ A to Z ഒരു ആക്ടർ നിങ്ങൾക്ക് കിട്ടൂല. അതാണ് വാസ്തവം. അതാണ് അടിച്ചോളെ. ഞാൻ ആലോചിച്ച് നോക്കാണ്, ഞാൻ ഈ 90s അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, പിന്നിട്ട കാലഘട്ടം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത് ഒരു കാലം വരെ അന്ന് കഴിച്ച ഭക്ഷണങ്ങളും അന്നത്തെ നമ്മളെ ബാല്യം എന്തൊക്കെയായിരുന്നു. ആ കാലഘട്ടത്തും കണ്ട് പോന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ആ നോക്കിയന്റെ ഫോണാണ്. കാര്യം എന്തോ ആയിക്കോട്ടെ, വലിയ ഒച്ചയും വിളിയൊന്നും ഇല്ലെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവന്റെ തറവാട് മൈരയിക്കണ്. എന്ത് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാനേജറായ എൻ്റെ അടുത്തല്ല കഥ പറയേണ്ടത്, അലൻ ജോസ് പെരേരയുടെ അടുത്താണ്. അതും കൂടി ഓർപ്പിച്ചുകൊണ്ട് ഇത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒപ്പിരിക്കുന്ന ആ പച്ചയായ മനുഷ്യനതാ, പച്ച പയ്യെ, അവനെ പറ്റി പറയാതെ ഇത് അത്യാവശ്യം തണ്ടും തടിയുള്ള അപ്പുറത്തുള്ളവനതാ അവനെ പറ്റി പറയാ. കാരണം അവനൊരൊറ്റ ആളാണ് ഇത് അവനെ കൊണ്ടടന്ന് വിളക്കാക്കുന്നത്. എങ്ങനെയാണ് ഇത് അതേപോലത്തെ ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ ഒരു കാര്യം പറഞ്ഞു വരല്? ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഈ തമാശയും കളിയും ചെറിയേറ്റും വരുന്നതെന്ന്? ഇതാണ് അവസ്ഥ. നന്നാവാൻ സമ്മതിക്കൂലെന്ന്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് എനിക്ക് കേട്ടിരിക്കാനുള്ള ത്രാണില്ല. ഞാൻ നിർത്തുകയാണ് തൽക്കാലത്തിന്. അപ്പോ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചോദിക്കണില്ല. ഒരു മനുഷ്യനും ഇത് കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു രാജ്യത്തോട് ചെയ്യുന്ന ക്രൂരത എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന മാതിരി എനിക്ക് തോന്നിയത് ആ ഒരു ചെങ്ങായിനോട് ഈ ഒരു ചെങ്ങായി ചെയ്യുന്ന ക്രൂരത ഉണ്ടല്ലോ. എന്താണെങ്കിലും വീഡിയോ കണ്ടിട്ടുള്ള ടോട്ടലി അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, ഞാനവിടെ ഉണ്ടാവും. അപ്പൊ ശരി, ബൈ.